നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ചാണ്ടി ഉമ്മനാണ് ഈ ഇലക്ഷൻ തൂക്കിയിരിക്കുന്നത് എന്ന തരത്തിൽ അഭിപ്രായപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞ്, പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇൻസ്റ്റഗ്രാം ആ ഗ്രാമത്തിൽ പോലും ചാണ്ടി ഉമ്മൻ വൈറലായിരിക്കുകയാണ്. പ്രത്യേകിച്ചും അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ കൂടി അങ്ങ് കേന്ദ്രത്തിൽ നിന്നും പുതുപ്പള്ളിയിലേക്ക് എത്തിച്ച് സൈക്കിൾ കൂടി ചവിട്ടിയപ്പോൾ പിന്നെ പറയണ്ട, കളം അങ്ങ് നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ ചാണ്ടി ഉമ്മന്റെയും അമ്മ കൂടിയായ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കൂടിയായ മറിയാമ്മ ഉമ്മൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ മറിയാമ്മ ഉമ്മൻ, അതായത് ചാണ്ടി ഉമ്മന്റെ അമ്മ പറയുന്നത്, ചാണ്ടിക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്, ഉമ്മൻചാണ്ടിയെ പോലെ അല്ല, അദ്ദേഹം കുറച്ചുകൂടി സ്ട്രോങ് ആണ്, കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ചാണ്ടി ഉമ്മൻ ഇപ്പോഴും ഒരു കുട്ടിത്തം, യുവാക്കൾക്കിടയിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ആ യുവത്വത്തിൽ നിന്നുകൊണ്ട് ചാണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ ശ്രദ്ധ നേടുന്നുണ്ട്. മാത്രമല്ല, ചാണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, അവിടെ ഒരു ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, അവിടുത്തെ ഒരു ആകെ കൂടെയുള്ളൊരു ചിത്രം നോക്കുകയാണെങ്കിൽ അവിടെ മറ്റ് സ്ഥാനാർത്ഥികളില്ല. ഇപ്പോൾ തന്നെ വിജയം പ്രഖ്യാപിച്ച മട്ടാണ് ചാണ്ടി ഉമ്മൻ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ ഇപ്പോൾ തന്നെ വിജയിപ്പിച്ച രീതിയാണ് ചാണ്ടിക്ക് അവിടെ ഉള്ളത്. ഈ ഒരു സംസ്ഥാനത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് രീതിയിൽ ഒരുപക്ഷെ ചിലവ് നടത്തിയിട്ടുള്ള, തെരഞ്ഞെടുപ്പിനായി ചിലവഴിച്ചിട്ടുള്ള, പ്രചാരണത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണ്ടി എവിടെ എങ്ങനെ നിന്നാലും ജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നിന്നില്ല, അതിന് അഹന്തതയും അഹങ്കാരവും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മയെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ട്. ചാണ്ടി ഉമ്മൻ വളരെ ഭൂരിപക്ഷത്തോടു കൂടി ആദ്യഘട്ടത്തിൽ ചാണ്ടിക്കല്ലായിരുന്നു വോട്ട് നൽകിയിരുന്നത്, ഉമ്മൻചാണ്ടിക്കായിരുന്നു അന്നത്തെ ജനങ്ങൾ വോട്ട് നൽകിയിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം പോലും തറ പറ്റിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിലേക്ക്, പുതുപ്പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്നുള്ള തരത്തിൽ, മാത്രവുമല്ല തൻ്റെ പാർട്ടിയിലെ ചില ആളുകളെ മാറ്റി നിർത്തുന്നു എന്ന തരത്തിലൊക്കെ തന്നെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് താൻ ചെയ്യുന്നത്, തനിക്ക് തൻ്റെ വഴി തെറ്റായ രീതിയിൽ എവിടെയോ ഒന്ന് മാറിപ്പോകുന്നുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം വീണ്ടും മണ്ഡലത്തിലേക്ക് തന്നെ വന്ന, പുതുപ്പള്ളിയിൽ തന്നെ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചാണ്ടി ഉമ്മൻ കാഴ്ചവെക്കുന്നു. പിണങ്ങിപ്പോയവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നു, 48ഓളം വീടുകൾ വെക്കുന്നു. 2 വീട്ടിൽ തുടങ്ങിയ ആ ഒരു പദ്ധതി 48ഓളം വീട് വരെ വന്ന് നിൽക്കുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, സാധാരണ വീടുകളിൽ നിൽക്കുന്നു. ഓരോ വീട്ടിലെയും ഓരോ അനിയനെ പോലെയോ സഹോദരനെ പോലെയോ മകനെ പോലെയോ ഒക്കെ തന്നെ എല്ലാവരും ചാണ്ടി ഉമ്മനെ കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഇത്തവണയും മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ തീർച്ചയായും മന്ത്രിയാകണം എന്ന് പ്രതീക്ഷിക്കുന്ന അനവധി ആളുകൾ പുതുപ്പള്ളിയിലുണ്ട്, അല്ലാതെയും ഉണ്ട് എന്നുള്ളത് നമുക്കും അറിയാം. പക്ഷേ സ്വന്തം അമ്മ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറയുന്നത്, എൻ്റെ മകനൊരു മന്ത്രിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ ചതിക്കുഴികളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കാം തൻ്റെ മകനെ അത്തരം രീതിയിൽ ആരും ചതിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ അമ്മയുടെ വാക്കുകൾ അങ്ങനെ ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇന്ന് ഏഷ്യനെറ്റിനോട് പ്രതികരിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുൻപ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില വളരെ മോശമായ സാഹചര്യത്തിൽ ഈ സർക്കാർ രൂപീകരിച്ച ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അതായത് ആ ഒരു പേഷ്യൻ്റ്, അതായത് ഉമ്മൻചാണ്ടിയോട് അതിനെക്കുറിച്ച് ചോദിക്കുകയോ ഭാര്യ എന്ന നിലയിൽ എന്നോട് ചോദിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് തീർച്ചയായിട്ടും ആ ഒരു സംഘത്തെ അവർ നിയോഗിച്ചത് എന്നുള്ളതാണ്. അത് മനഃപൂർവ്വം ചാണ്ടി ഉമ്മനിട്ട് കൊടുത്ത ഒരു കുരുക്കായിരുന്നു അത്. അതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ്റെ അമ്മ അത് പറയുകയാണ്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഒരിക്കലും അതെനിക്ക് കഴിയാത്ത അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഗണേഷ് കുമാറിനോട് മാത്രമല്ല എല്ലാവരോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ അമ്മ ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കോട്ടയത്തെ ജനങ്ങളെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ ജനങ്ങളെ ഒന്ന് കാണാൻ കൂടിയാണ് ഇറങ്ങിയതെന്ന് പറയുന്നു. എൻ്റെ മകൻ ഒരു മന്ത്രിയാകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ജനങ്ങൾ അവനെ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അവനെ ആ നിലയിലേക്ക് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഈ ഇലക്ഷൻ തൂക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ അതിശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ തന്നെയാണ് തൂക്കിയിരിക്കുന്നത്.